ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനേ പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത്. നല്ല അടിപൊളി പൊറോട്ട. ഇത് കണ്ടോ, 1 കിലോ മാവാണ് എടുത്തിരിക്കുന്നത്. പൊറോട്ട ഉണ്ടാക്കാൻ അത്ര എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് ബുദ്ധിമുട്ടൊന്നുമല്ല. ഇന്ന് ഞാൻ നിങ്ങളെ അടിപൊളി പൊറോട്ട ഉണ്ടാക്കി കാണിക്കാം എങ്ങനെയാന്ന്. ആദ്യം തന്നെ നമ്മൾ പൊറോട്ട കുഴയ്ക്കാൻ വേണ്ടി ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു. 2 സ്പൂണ് പഞ്ചസാരയാണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്, നല്ല ബ്രൗൺ കളർ വരാൻ വേണ്ടിയിട്ട്. ഇനി 1 മുട്ട, ഇത് അതിനകത്ത് പൊട്ടിച്ചൊഴിക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട കിട്ടും. ഇനി ഇതെല്ലാം കൂടെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഉപ്പിടണം ആവശ്യത്തിന്. ഉപ്പും കൂടെ ഇട്ട് ഇത് കുഴച്ച് നല്ല ഒരു ചപ്പാത്തി കുഴയ്ക്കുന്നതിൽ ഒരു ശകലവും കൂടെ ആയിട്ട് കുഴച്ച് എടുക്കണം. കുഴച്ചെടുത്ത് കാണിക്കാം. ഇതുണ്ടോ, പൊറോട്ടയുടെ മാവ് നമ്മളിതാ കുഴച്ച് ഇതുപോലെ എടുത്ത് പാത്രത്തിൽ കുഴച്ച് ഇതുപോലെ എടുത്തിട്ട് ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് വെക്കണം. എന്നിട്ട് വേണം നമ്മളിത് തിരിച്ചും മറിച്ചും ഇട്ട് നല്ലവണ്ണം കുഴയ്ക്കണം. നമ്മുടെ ചപ്പാത്തിയില്ലേ, ചപ്പാത്തി മാവ് കുഴയ്ക്കുന്നതിലും കുറച്ചും കൂടി വെള്ളം ഇതുണ്ടോ ഇതേപോലെ ആയി കുഴയ്ക്കണം. എന്നിട്ട് ഇത് ഇനി തിരിച്ചും മറിച്ചല്ല ഒരു 5-6 പ്രാവശ്യം നല്ലവണ്ണമായിട്ട് കുഴച്ച് വെച്ച് നമ്മളിതിൻ്റെ മുകളിൽ വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിൽ തിരുമ്മിയിട്ട് ഒരു 10 മിനിറ്റ് നേരം നമ്മൾ അത് ഒരു നല്ല വെള്ള തുണി എടുത്തിട്ട് മൂടി വയ്ക്കും. അത് ഇനി അടുത്ത മൂടി വെച്ചിട്ട് നിങ്ങളെ കാണിക്കാം. ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളെ കുഴച്ച് കാണിക്കാൻ പറ്റാത്തത്. വീഡിയോ എടുക്കാൻ ആരുമില്ല. അപ്പോൾ കുഴച്ച് വന്ന് മൂടി കാണിക്കാം, പരത്തുന്നതൊക്കെ നിങ്ങളെ കാണിക്കാം കേട്ടോ. അപ്പം നമ്മുടെ പൊറോട്ടയുടെ മാവെല്ലാം നമ്മൾ കുഴച്ച് ഒരു നല്ല തുണിയൊക്കെ ഇട്ട് നനച്ച് പൊത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് കുറച്ച് മാവ് ആദ്യം പൊടി എടുത്ത് മാറ്റി വെക്കണേ, ഇത് നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഇതും ആവശ്യമുണ്ട്. ഇനി നമ്മുടെ മാവ് നമ്മൾ പൊതിഞ്ഞ് വെച്ചതൊന്ന് എടുത്ത് നമുക്ക് നോക്കാം. അടിപൊളി ഇതുണ്ടോ ഇതേപോലെ ആവണം. ഇനി ഇത് നമുക്ക് ബോൾ പിടിക്കണം. ബോൾ പിടിച്ച് വരാം. ക്യാമറ ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ബോൾ പിടിക്കുന്നത് കാണിക്കാതെ. ബോൾ പിടിച്ച് കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പൊറോട്ടയുടെ മാവെല്ലാം ഉണ്ടയാക്കി വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ, നല്ല സൂപ്പറായിട്ടില്ലേ. ഇതാണ് ഇനി നമ്മൾ എടുത്തിട്ട് വീശിയിട്ട് പൊറോട്ടയാക്കുന്നത്. മുറിച്ച് ഈ ഒരു ഉണ്ട 2 പൊറോട്ടയ്ക്കാണ്. ഇതൊരു 35 പൊറോട്ടയ്ക്കുള്ള ഉണ്ടയുണ്ട്. കണ്ടോ, ഉരുട്ടി ഞാൻ റെഡിയാക്കി വെച്ച് ഇതിൻ്റെ മുകളിൽ ഇനി എണ്ണയൊക്കെ വെച്ചിട്ട് തിരുമ്മി ആ തുണി തന്നെ നമ്മൾ ഒന്നും കൂടെ ആ തുണി ഇതിന് മുകളിൽ മൂടിയിടും. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ എടുത്തിട്ട് നമ്മളിത് വീശിയിട്ട് പൊറോട്ടയാക്കും. നല്ല സൂപ്പറായിട്ട്. ഇത് പൊറോട്ടയാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും എന്നൊക്കെ പറയും, പക്ഷെ ഒരു ബുദ്ധിമുട്ടുമില്ല. നല്ല എളുപ്പമാണ് പൊറോട്ട ഉണ്ടാക്കാൻ. ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്നതാണ്, എനിക്ക് ഈസിയാണ്. ഉണ്ടോ, ഇനി ഇത് പരത്തിയിട്ട് വീശിയിട്ട് ചുറ്റി കെട്ടി പൊറോട്ടയാക്കണം. അത് നിങ്ങളെ കാണിക്കുക കേട്ടോ. ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഇത്ര ബുദ്ധിമുട്ട്. നല്ലവണ്ണം ഒരു ദിവസം ഞാൻ വീഡിയോ എടുത്തിട്ട് നിങ്ങളെ കാണിക്കാം. ഇപ്പോൾ ഇത് ഇങ്ങനെ നിങ്ങൾ കാണും. ശരിക്കും ഞാൻ എങ്ങനെയാണ് ഇതിൻ്റെ കണക്കൊക്കെ ഞാൻ അതിലിട്ടേക്കാം കേട്ടോ, കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം എങ്ങനെയാണെന്നൊക്കെ. കണ്ടോ, നല്ല സോഫ്റ്റാണിത്. ഇതേപോലെ ആക്കിയെടുക്കണം. എന്നിട്ട് നമ്മുടെ തുണിയിട്ട് മൂടി വെക്കാം നമുക്ക്. ഇന്ന് പൊറോട്ടയും ചിക്കൻ കറിയോ കേട്ടോ. ഇത് കണ്ടോ, തേങ്ങ വറുത്തരച്ച ചിക്കൻ കറി അടിപൊളിയാണ്. എല്ലാവരും ഇതേപോലെ ഒന്ന് വെച്ച് നോക്കണേ. ഉണ്ടോ, പൊറോട്ടയും ചിക്കൻ കറിയും. അപ്പോൾ നമ്മുടെ പൊറോട്ട ഉണ്ടയൊക്കെ റെഡി ആയിട്ടുണ്ട്. തുണിയൊക്കെ ഇട്ട് പൊത്തി വെച്ചേക്കുമായിരുന്നു. അത് തുറക്കാം നമുക്ക്. കണ്ടോ, ഇനി നമ്മൾ ഈ ചപ്പാത്തി കോല് വെച്ച് ചെറിയ മാതിരി പരത്തി എടുക്കണം. ഇത് ഇങ്ങനെ പരത്തിയിട്ട് മാറ്റി വെക്കണം. എന്നിട്ട് ചപ്പാത്തി കോല് വെച്ചാണ് നമ്മൾ പരത്തി എടുക്കുന്നത്. ഇനി നമുക്ക് പരത്തിയിട്ട് വരാം. ഇവിടെ വീശി പരത്തി അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ കത്തി കൊണ്ട് ഇങ്ങനെ അങ്ങ് മുറിക്കും. ഇങ്ങനെ എന്നിട്ട് ഇതാണ് ചുറ്റി കെട്ടുന്നത്.
ഇത് ഇങ്ങനെ എടുത്തിട്ട് ചുറ്റി കെട്ടുവാണ്. എനിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റുന്നില്ല, മൊബൈൽ പിടിക്കുന്നതുകൊണ്ട്, വീഡിയോ എടുക്കുന്നതുകൊണ്ടേ. അപ്പോൾ ഇത് ഞാൻ നിങ്ങളെ ചുറ്റി കെട്ടിയിട്ട് കാണിക്കാം കേട്ടോ. ഇത് ഇങ്ങനെയാണ് പരത്തി വീശിയെടുക്കുന്നത്. വേണ്ടേ, ഞാൻ അത് മുറിച്ച് ചുറ്റി കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതാ ബാക്കിയെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. ഇതേപോലെ നമുക്ക് ബാക്കിയെല്ലാം ചുറ്റിക്കെട്ടി എടുത്ത് വരാം. നിങ്ങൾക്ക് കാണുമെന്ന് എനിക്ക് അറിയില്ല, എന്നാലും ഞാൻ നിങ്ങളെ ഒന്ന് പൊറോട്ട വീശി കാണിക്കാം. ഇങ്ങനെയാണ് പൊറോട്ട വീശുന്നത്. കണ്ടോ, ഇങ്ങനെ വീശി എനിക്കിവിടെ സ്ഥലമൊക്കെ കുറവാണ്, എന്നാലും ഉള്ള സ്ഥലത്ത് ഞാൻ നിങ്ങളെ വീശി കാണിക്കാം. കണ്ടോ, ഇങ്ങനെയാണ് ആക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ കണ്ടോ എണ്ണ ഇങ്ങനെ തടവി കൊടുക്കും. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ച കുറച്ച് പൊടി ഉണ്ട്, അതും കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കും, കുറച്ച് മാത്രം. എന്നിട്ട് കത്തി കൊണ്ട് ഇങ്ങനെ മുറിച്ച് ഇങ്ങനെ എടുക്കും. എന്നിട്ടാണ് ഇതിങ്ങനെ ചുറ്റി കെട്ടുന്നത്. കണ്ടോ, എത്ര എളുപ്പമാണെന്ന് നോക്കിയാൽ പൊറോട്ട ഉണ്ടാക്കാൻ. കണ്ടോ, ഇതാണ് പൊറോട്ട. ഞാൻ കുറച്ചെണ്ണം ഇവിടെ അടിച്ച് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കണ്ടോ, ലാസ്റ്റ് നിങ്ങളെ കാണിക്കാം കേട്ടോ. ഇതേപോലെ എല്ലാം ഇങ്ങനെ മുറിച്ച് ഇങ്ങനെ ചുറ്റി എടുക്കും. കണ്ടോ, നല്ല അടിപൊളിയല്ലായിട്ട്. കണ്ടോ, ഇങ്ങനെയാണ് പൊറോട്ട ഉണ്ടാക്കുന്നത് കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം, അടിപൊളിയാണ്. വലിയ പണിയൊന്നുമില്ല, എളുപ്പ പരിപാടിയാണ്. ഉണ്ടോ, ഇനി ഇത് നമ്മൾ ചപ്പാത്തിക്കോല് വെച്ച് പയ്യെ പരത്തിയിട്ട് ദോശക്കല്ലയിലേക്ക് വെച്ചിട്ട് എടുത്തിട്ട് ഇങ്ങനെ അടിച്ചിട്ടാണ് പൊറോട്ട പരുവാകുന്നത്. അത് ഞാൻ കാണിക്കാം കേട്ടോ നിങ്ങളെ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. നമ്മുടെ പൊറോട്ട എല്ലാം ഇതാ ചുറ്റി കെട്ടി എടുത്ത് വെച്ചത് കണ്ടോ, 35 പൊറോട്ടയുണ്ട് കണ്ടോ. ഇനി ഇത് നിങ്ങളെ ചുട്ട് അടിച്ച് കാണിക്കാം കേട്ടോ. കണ്ടോ, അടിപൊളിയല്ലേ. നമ്മളിങ്ങനെ ചുറ്റി കെട്ടി, ഇത് പൊളിഞ്ഞു പോകുമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ കെട്ടിയാലും എല്ലാവർക്കും ഒരു സംശയമൊക്കെ ഉണ്ടാവും, ഇതിങ്ങനെ കെട്ടിക്കഴിയുമ്പോൾ ഇത് നമ്മൾ ഇട്ട് കഴിയുമ്പോൾ പരത്തി കഴിയുമ്പോൾ വിട്ടുപോകുമോന്നൊക്കെ. അത് വിട്ടുപോകുമൊന്നുമില്ല, അടിപൊളിയാണ്. ഇത് പാല് കുഴയ്ക്കുമ്പോൾ വേണ്ടവർക്ക് പാല് കൂട്ടാം. പാലും പഞ്ചസാരയും കൂടിയാണ് കൂട്ടുന്നത്. അപ്പം ഞാൻ പിന്നെ നെയ്യാണ് കൂട്ടിയേക്കുന്നത്. വേണ്ട, നമ്മളെ ചപ്പാത്തിന്ന് പൊറോട്ട ഇതേണ്ട പരത്തി ഈ പരുവത്തിന് വെച്ചിട്ടുണ്ട്. 4 ഞാൻ എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളിനി ചട്ടിയിലേക്ക് ഇടുന്നത്. ചട്ടി കണ്ടോ, 2 പാൻ തീ വെച്ചിട്ടുണ്ട്. 2 ഞാൻ ആക്കുന്നത്. ഇതെടുത്തിട്ട് പാൻ ചൂടായിട്ടുണ്ട്. ഇതേപോലെ ഇട്ട് കൊടുക്കും. നമ്മൾക്ക് ഇത് വീഡിയോ എടുക്കുന്നതുകൊണ്ടേ ഇടാൻ പറ്റുന്നില്ല, നേരെ വളഞ്ഞു പോയി. കണ്ടോ, ഇതേപോലെയാണ്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, കുറച്ച് എണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഇത് പൊങ്ങി വരും. ഇനി നിങ്ങളിത് അടിച്ച് കാണിക്കാം കേട്ടോ. ഇത് ഇനി ചുട്ടെടുത്ത് തിരിച്ചും മറിച്ചും നമ്മൾ തിരിച്ചും മറിച്ചിട്ട് വേവിച്ചെടുത്തിട്ട് കൈ കൊണ്ട് അടിച്ചെടുത്തിട്ടാണ് കഴിക്കുന്നത്. ഉണ്ടോ, 2 ചട്ടിയിൽ പാനലിൽ ഇട്ടിട്ടുണ്ട്. അടിപൊളിയാണ്. ഇത് കണ്ടോ, ഇതേപോലെ പൊങ്ങി വരും നമ്മൾ. കണ്ടോ, എന്നിട്ട് ഇതിനിപ്പോൾ തിരിച്ച് മറിച്ച് ഒക്കെ ഇടും. 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചും മറിച്ചിട്ട് വേവിച്ചെടുക്കണം. അടിപൊളി പൊറോട്ടയാണ്. ഇത് കണ്ടോ, കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. കണ്ടോ, ഇനി ഇത് അടിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം കേട്ടോ. അടിപൊളി പൊറോട്ടയാണ്. കണ്ടോ, നമ്മുടെ പൊറോട്ട ഒരു 5-6 ഉണ്ട്. ഞാൻ ചുട്ടെടുത്തുകൊണ്ട് വന്ന് ഇതെന്നെയാണെന്നറിയോ, കയ്യിൽ നമ്മൾ എണ്ണ വരട്ടണം. എന്നിട്ട് ഇതാ ഇങ്ങനെ ചൂടോടെ അടിച്ച് എടുക്കണം. കൈ നല്ല ചൂടാട്ടോ, കൈ പൊള്ളിപ്പോവും. നല്ല അടി കൊടുത്ത് പൊറോട്ടയ്ക്ക് നല്ല അടി കൊടുക്കണം. കണ്ടോ, ഇങ്ങനെയാണ്. കണ്ടോ, നല്ല സോഫ്റ്റായ പൊറോട്ട. കണ്ടോ, എന്താ സൂപ്പർ എന്ന് നോക്കിയേ. ഇങ്ങനെ എല്ലാം നമുക്ക് അടിച്ചെടുത്ത് ചുട്ട് വരാം. അപ്പോൾ നമ്മുടെ പൊറോട്ട എല്ലാം ചുട്ടെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബൈ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണം. ഒരു പ്രാവശ്യം കൂടി പറയുകയാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.